മതഭക്തരായ ആളുകൾ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയമെന്ന് തോന്നിക്കുന്ന ഒരു കാര്യമാണത്. കാരണം അതിന് നിങ്ങൾക്കൊരു ചെലവുമില്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്ന് പറയുമ്പം 2 ശമൂവേൽ 24 അധ്യായത്തിൻ്റെ 24 വാക്യം എന്താണെന്ന് പറയുന്നതെന്ന് മറക്കരുത്. 2 ശമൂവേൽ 24 അധ്യായം 24 വാക്യം. ഒന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്നവൻ പറഞ്ഞു. എനിക്കൊരു ചെലവുമില്ലാത്തൊരു യാഗം ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കില്ല. 2 ശമൂവേൽ 24 എനിക്ക് ചെലവില്ലാത്ത ഒരു യാഗം ഞാൻ ദൈവത്തിന് കഴിക്കയില്ല. നമ്മളോട് തന്നെ ചോദിക്കാൻ കഴിയുന്ന ഒരു നല്ല ചോദ്യമാണിത്. ശരി, നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണോ? അതിലൂടെ നിനക്ക് എന്തെങ്കിലും ചിലവാകുന്ന ഒരു കാര്യമാണോ? അതോ അത് ചെയ്യാൻ നിങ്ങൾക്കൊരു ചിലവുമില്ലേ? നമ്മൾ കൊടുക്കുന്ന വിധമാണ് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്ന് വെളിപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം. എനിക്ക് ഏതാണ്ട് 22 വയസ്സുള്ളപ്പോഴാണ് ദൈവം ഈ വാക്യം എന്നോട് സംസാരിച്ചത്. ഈ വാക്യത്തിലൂടെ അവൻ എന്നോട് പറഞ്ഞ ഇതായിരുന്നു. അതിൻ്റെ തലേ വർഷമാണ് ഞാൻ മാനസാന്തരപ്പെട്ട് സ്ഥാനമേറ്റത്. നിനക്ക് വിലയില്ലാത്തതൊന്നും നീ എനിക്ക് നൽകരുതെന്ന് ദൈവം എന്നോട് സംസാരിച്ചു. 54 കൊല്ലം മുമ്പ് അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ഒരിക്കലും എനിക്ക് വിലയില്ലാത്ത ഒരു കാര്യം ഞാൻ ദൈവത്തിന് കൊടുക്കില്ലെന്ന്. അവനൊരു രാജാവാണ്, അത് നമ്മൾ മറന്നുകളയല്ലേ. 10 രൂപ വിലയുള്ളൊരു സമ്മാനം നിങ്ങളൊരു രാജാവിന് കൊടുക്കുകയില്ല. ചിലർ ദൈവത്തിന് ഒന്നുമേ കൊടുക്കുന്നില്ല, ചിലർ 10 രൂപ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നീ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. നിനക്ക് ഞാൻ എന്തെങ്കിലും തരുന്നെങ്കിൽ അത് മൂല്യതയുള്ള ഒന്നായിരിക്കണം. അതിൻ്റെ വില എൻ്റെ അസൗകര്യങ്ങളാകാം, അതൊരു പക്ഷേ എൻ്റെ സമയമായിരിക്കാം, അതൊരു പക്ഷേ എൻ്റെ കുറച്ച് സമയത്തെ ഉറക്കം നഷ്ടപ്പെടുന്നതാകാം. നിങ്ങൾക്കറിയാമല്ലോ, ആളുകളെ സേവിക്കാൻ വേണ്ടി എനിക്ക് ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടെന്ന് വരും. ദൈവവചനം പഠിക്കാനായിട്ട് ചിലപ്പോൾ എനിക്ക് ഉറക്കം വളയ്ക്കേണ്ടി വരണമെന്ന് വരാം. എനിക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. എൻ്റെ ചില പരിപാടികൾ മാറ്റിവെക്കേണ്ടത് വരാം. ആ ദിവസം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. 25 പേർക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഞാൻ ആ പദ്ധതികൾ വിട്ടുകളഞ്ഞത്. നിങ്ങൾ ചിന്തിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന്. അതിൻ്റെ അവസാനം പലരും പല ആവശ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞെന്ന് വരും. സഭയിലും ഇവിടെ അവിടെയും. അത് നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കുകയില്ല. അവസാന നഷ്ടം മടിയന്മാരായവർക്ക് മാത്രമായിരിക്കും. ഈ വർഷങ്ങളിലെല്ലാം ഞാൻ കണ്ടത്, ദൈവം ആരോടും ഒരിക്കലും കടക്കാരൻ ആയിരിക്കില്ല. എനിക്കിത് പറയാനായിട്ട് കഴിയും, ദൈവം ഒരിക്കലും എന്നോട് കടക്കാരനായിരുന്നിട്ടില്ല, ഒരിക്കലുമില്ല. അവൻ ധാരാളമായിട്ട് എനിക്ക് പ്രതിഫലം തന്നു. എൻ്റെ മക്കൾക്കും മറ്റു കാര്യങ്ങളും. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസമോ സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലിയോ അതെനിക്കൊരു വിഷയമേ അല്ല. കുപ്പയാണത്. ഞാൻ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം ആത്മീയമായിട്ട് ചില പ്രതിഫലം എൻ്റെ മക്കൾക്ക് കൊടുത്തു. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് മാത്രമാണ്. അതാണ് എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം എന്നോട് പറയുകയാണ്, നിൻ്റെ മക്കളെ ആത്മീയരാക്കണോ അതോ ഞാൻ നിൻ്റെ മക്കൾക്ക് മാസം 1,00,000 രൂപ ശമ്പളം തരാം? ഞാൻ പറയും, കർത്താവേ, അവരെ ആത്മീയരാക്കും. അതാണ് എനിക്ക് പ്രധാനപ്പെട്ടത് എന്നും. ഇന്ന് ധാരാളം ആളുകൾ മറ്റു കാര്യങ്ങളാണ് പ്രശംസിക്കുന്നത്. എന്നാൽ ദൈവം നിന്നോട് ഒരിക്കലും കടപ്പെട്ടിരിക്കുകയില്ല. നിങ്ങളവനെ മാനിക്കുന്നുണ്ടെങ്കിൽ, കർത്താവെ, എന്നെ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു, അങ്ങയുടെ ശരീരത്തിനായിട്ട് എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനും ത്യാഗം അനുഭവിക്കാനും. കാരണം ഞാൻ അവിടുത്തെ സഭയ്ക്ക് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങേക്ക് തന്നെയാണ് തരുന്നത്. ഞാൻ ഒരിക്കലും വിലയില്ലാത്ത ഒരു കാര്യം അങ്ങേക്ക് തരില്ല, എനിക്ക് മൂല്യതയില്ലാത്തത്. തന്നാലായത് അവൾ ചെയ്തു, അവളെ കൊണ്ട് കഴിയുന്ന അവൾ ചെയ്തു. ഇതാണ് ആ പ്രതിബദ്ധതയുടെ അർത്ഥം. ശരീരത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും തമ്മിൽ പ്രതിബദ്ധതയുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചില ഭാഗങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയവും കരളും കിഡ്നിയും ഇവയെല്ലാം, ഇതുപോലുള്ള പല അവയവങ്ങളും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മഹത്വവും കിട്ടുന്നില്ല, ആരും അതിനെ ബഹുമാനിക്കുന്നില്ല. എന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുപോലെയുള്ള ധാരാളം സഹോദരന്മാർ ഈ സഭയിലുണ്ട്.
കൂടുതൽ ആളുകൾ അങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, അവരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ ദൈവം പല വിധത്തിൽ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യം. അതിനും അപ്പുറം നിത്യതയിൽ എത്രയോ അധികം. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക, വളരെ ഗൗരവമായി. ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ നടുവിൽ കൂടി ഒരു വരയിടുക. ആ വരയുടെ ഇടതുവശത്ത് ഇന്ന് വരെ ഈ സഭയിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള എല്ലാ കാര്യവും എഴുതി വയ്ക്കുക. അതിൻ്റെ വലതുവശത്ത് സത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള എഴുതി വയ്ക്കുക. ചിലരെ അത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം നിങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് ഉള്ള കാര്യത്തെപ്പറ്റി. എന്നാൽ നിങ്ങളിൽ മറ്റു ചിലർ ഒന്നും തന്നെ സഭയ്ക്ക് വേണ്ടി ചെയ്തവരായിരിക്കില്ല. നിങ്ങൾ ഈ സഭയിലെ അനേക വർഷങ്ങൾ ഇരുന്നതിന് ശേഷവും നിങ്ങളുടെ തന്നെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ആ ലിസ്റ്റ് എഴുതണം. നിങ്ങളത് നോക്കിയിട്ട് കർത്താവിനോട് പറയുക, അനേക വർഷങ്ങൾ സഭയിലായിട്ടും കർത്താവ്, ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്കിതുവരെയും ചെയ്യാൻ കഴിഞ്ഞ കാര്യം ഇത് മാത്രമാണ്. ഞാൻ മീറ്റിങ്ങിന് വരുന്നു, കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ അങ്ങനെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, എൻ്റെ ശമ്പളം മേടിക്കാനായിട്ട് മാത്രം ഞാൻ ഓഫീസിലേക്ക് വരുന്നു, മറ്റേതെങ്കിലും ആനുകൂല്യം സ്വീകരിക്കാനായിട്ട് ബോണസോ മറ്റോ കൃത്യസമയത്ത് അവധിയെടുക്കാൻ ആപ്ലിക്കേഷനുമായിട്ട് വരുന്നു, കമ്പനിയുടെ മെച്ചത്തിനായിട്ട് തുച്ഛമായത് ഞാൻ ചെയ്യുന്നു, എനിക്കിവിടെ ചെയ്യാനൊന്നുമില്ല, ഞാനതിന് യോഗ്യതയുള്ളവനല്ല. ഏതെങ്കിലും ഓഫീസിൽ അങ്ങനെ ജോലി ചെയ്യാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിലുള്ള ജോലിയിൽ നാം കൂടുതൽ പ്രതിബദ്ധതയുള്ളവരായിരിക്കും? നമ്മൾ ഓവർ ടൈം ചെയ്യുന്നു, ഒക്കെ എന്തൊക്കെ ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു, ഓവർ ടൈം ചെയ്യുന്നു, വർഷാവസാനം ഒരു നല്ല റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി അധ്വാനിക്കുന്നു. എന്നാൽ സഭയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ മനോഭാവം. ശരീരത്തിൽ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജോലിക്ക് അവർ കൃത്യമായിട്ട് പോകും. പല രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു, മഴയായാലും വെയിലായാലും പോകുന്നു. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണെന്ന്? പണം, പണം, പണം. നിങ്ങളോട് തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുക. ഈ സഭയുടെ ഒരു ജോലി ചെയ്യാനായിട്ട് ഒരാൾ നിങ്ങളോട് പറയുന്നു, അതിന് പ്രതിഫലമായിട്ട് 1000 രൂപ ഒരു ദിവസം തരാമെന്നും വാഗ്ദാനം ചെയ്യുന്നു. അത് നിങ്ങളെ സ്വാധീനിക്കുമോ? നിങ്ങൾ ഒരു കാര്യം പണത്തിന് വേണ്ടി ചെയ്യുന്നു, എന്നാൽ ദൈവത്തിന് വേണ്ടി അത് സൗജന്യമായിട്ട് ചെയ്യാൻ കഴിയില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം, നീ വീണ്ടും ജനിച്ച ആളാണോ? ശരിക്കും നീ വീണ്ടും ജനിച്ചതാണോ? അതോ മതഭക്തിയുടെ ഒരു വെള്ളപൂശൽ മാത്രമാണോ? ഞാൻ വിശ്വസിക്കുന്നു 30 കൊല്ലം വീണ്ടും ജനിക്കാതെ നിങ്ങൾക്ക് ഈ സഭയിൽ ഇരിക്കാനായിട്ട് കഴിയും. ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കുക, എന്നാൽ ഇപ്പോഴത് നഷ്ടപ്പെട്ടോ? നിങ്ങൾക്കറിയാമോ, എവിടെ ജീവനുണ്ട് അവിടെ വളർച്ചയുണ്ട്. ഞാനൊരു കല്ലെടുത്ത് മണ്ണിൽ കുഴിച്ചിട്ടാൽ, അതുപോലെ ഞാനൊരു വിത്തെടുത്തു മണ്ണിൽ കുഴിച്ചിടുന്നു, 10 കൊല്ലത്തിന് ശേഷം ഞാൻ മടങ്ങി വരുന്നു, കല്ല് അതുപോലെ തന്നെ ഇരിക്കും. 50 കൊല്ലത്തിന് ശേഷം വന്നാലും കല്ല് അതുപോലെ തന്നെ ഇരിക്കും. എന്നാൽ ആ വിത്ത് വളർന്നൊരു മരമാവും. മാവാണെങ്കിൽ മാങ്ങ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തെങ്ങ്. അത് ഒത്തിരി ആളുകളെ അനുഗ്രഹിക്കും. ഒന്നിൽ ജീവനുണ്ട്, മറ്റേത് മരിച്ചതാണ്. എവിടെ വളർച്ചയില്ലയോ അത് മരിച്ചതാണ്. എവിടെ ജീവനുണ്ടോ അവിടെ ഒരു വളർച്ചയുണ്ട്. അത് വളർന്ന് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകും. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഞാനിത് പറയുന്നതിന് കാരണം നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ്. ചിന്തിക്കൂ, നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയുണ്ടെങ്കിൽ, 15 or 20 വയസ്സുള്ള ഒരു പെൺകുട്ടി, അത് ചമ്പറം പറഞ്ഞ് വെറുതെ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ്. അതിൻ്റെ അമ്മ ആ അടുക്കളയിൽ പണി ചെയ്ത് തളരുകയാണ്. നിങ്ങൾ പറയുകയല്ലേ ഇവളെ കൊണ്ടൊരു പ്രയോജനമില്ലെന്ന്? അതാണ് ഞാൻ പറയുന്നത്. ചിലരെല്ലാം അധ്വാനിക്കുന്നു. നിങ്ങൾക്ക് 6 or 7 മക്കളാണ്, എന്നിട്ട് 1-2 പേര് അധ്വാനിക്കുന്നു. അതിൽ 1-2 പേര് ജോലി ചെയ്ത് തളരുന്നു, മറ്റുള്ളവർ സുഖമായിട്ടിരിക്കുന്നു, കഴിക്കാൻ വരുന്നു, അതിനുശേഷം പോയി കിടന്നുറങ്ങുന്നു. നിങ്ങൾ പറയില്ലേ എന്തൊരു വീടാണിതെന്ന്? ചിലർ മാത്രം എല്ലാ ജോലിയും ചെയ്യുന്നു. സഭയിൽ ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. നിങ്ങളോട് എല്ലാവരോടും യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് കഴിയും ഈ സഭയ്ക്ക് വേണ്ടി. അതെന്താണെന്ന് എനിക്കറിയില്ല. ദൈവത്തോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന്.
ഒരുപക്ഷെ നിങ്ങളുടെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ദൈവം നിങ്ങളെ കാണിച്ചു തരും. നിങ്ങൾ പറയുക, കർത്താവേ, ഞാൻ എന്നെ തന്നെ തരുന്നു. ഈ സഭയോട് പ്രതിബദ്ധതയുള്ളവനായിട്ട് ഇരിക്കാൻ എന്നെ സഹായിക്കണേ. ഈ അപ്പം നുറുക്കുന്നതിലൂടെ ഞാൻ കള്ളം പറയാൻ ഇടയാക്കല്ലേ. ഇന്ന് ഞാൻ പറയുന്നത് അർത്ഥമാക്കി പറയാൻ എന്നെ സഹായിക്കണേ. പലരായ നാം ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ്. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട് തുടങ്ങിയപ്പം എനിക്ക് പ്രസംഗിക്കാനായിട്ട് അറിയുമായിരുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് ചോറും കറിയും വിളമ്പാനായിട്ട് കഴിയും. പാകം ചെയ്യാൻ അറിയില്ല. ഞാൻ പാകം ചെയ്താൽ ആരും കഴിക്കില്ല. എന്നാൽ അത് വിളമ്പാൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ സഭയുടെ കോൺഫറൻസുകളിലും അവിടെ നടക്കുന്ന സഭായോഗങ്ങളിലും ഒക്കെ ആളുകളെ ഭക്ഷണം മേടിക്കാനായിട്ട് വരുമ്പം ഞാൻ സ്വയമായിട്ട് അവിടെ പോയി അത് ചെയ്യുമായിരുന്നു അനേക സമയങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യം കാണും. മഹാരാജാവിനെ പോലെ മഹാറാണിയെ പോലെ ഇരിക്കാതെ ശുശ്രൂഷക്കാരാകാം, ഒരു ദാസനാകാം. യേശു ഒരു ദാസനായിരുന്നു. കൂടുതൽ നിങ്ങൾ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടെങ്കിലും നിങ്ങൾക്ക് ശുശ്രൂഷിക്കാനായിട്ട് കഴിയും. ഇന്നും എനിക്ക് ചോറും സാമ്പാറും വിളമ്പാനായിട്ട് കഴിയും. ആരും എന്നെ അനുവദിക്കുന്നില്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇന്നും നിങ്ങളെ അങ്ങനെ ശുശ്രൂഷിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിലെന്തെങ്കിലും മോശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാന്യതയുള്ളൊരു കാര്യം തന്നെയാണ്, മറ്റുള്ളവരെ സേവിക്കുന്നത്. നിശ്ചയമാണ് നമുക്ക് സഭയിൽ യേശുവിൻ്റെ ആത്മാവുള്ളവരായിട്ടിരിക്കാം, ഒരു ദാസൻ്റെ ആത്മാവ്. അപ്പത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം.